പറ. ഹായ് ഗൈസ്, ഞങ്ങളെ ഇന്ന് പള്ളിയിൽ പോയിട്ട് വരുന്ന വഴിയാണ്. നാളെ ഓശാന ഞായറല്ലേ. അപ്പോൾ 2-3 ദിവസമായിട്ട് ഒരു വീഡിയോ കാണുന്നുണ്ട്. ആ വീഡിയോ എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു മോട്ടിവേഷൻ സ്പീച്ചൊക്കെ ചെയ്യുന്ന ഒരാളുടെയാണ്. പിന്നെ അതിന് സർവോപരി അയാൾ ഒരു സുവിശേഷകനാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് അയാളുടെ സംസാരവും അയാളുടെ എന്താ പറയാനാ ആത്മനിയന്ത്രണം ഇല്ലാത്ത സംസാരവും അയാളുടെ ചേഷ്ടകളൊക്കെ കണ്ടിട്ട് അയാൾ ബൈബിൾ അനുസരിച്ച് ജീവിക്കുന്ന ആളാണോ എന്നൊരു സംശയം. നിങ്ങൾ സോഷ്യൽ മീഡിയ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ആരെ പറ്റിയാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആക്ച്വലി ഞാനൊക്കെ സൺഡേ സ്കൂൾ മുതൽ, അതായത് ചെറിയ പ്രായം തൊട്ടേ സൺഡേ സ്കൂളിൽ പോവുകയും വലുതായതിന് ശേഷവും യുവജന സഖ്യം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ളതിൻ്റെ വെളിച്ചത്തിലും ഞങ്ങളുടെ മാതാപിതാക്കള് ഞങ്ങളെ വളർത്തിയതും അനുസരിച്ച് ഒരു ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ എല്ലാവിധമായ നല്ല വശങ്ങൾ മാത്രമേ ക്രിസ്തു ഈ ലോകത്തിന് നൽകിയിട്ടുള്ളൂ. അപ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യണമെന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതനുസരിച്ച് അന്യോന്യം സ്നേഹിക്കാനും ശത്രുവിനെ പോലെ സ്നേഹിക്കണമെന്നും ശത്രുവിനെ സ്നേഹിച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഈ പുള്ളി പറയുന്നത് വെച്ചിട്ട് ഈ പുള്ളി എന്തൊക്കെയോ പറയുന്നു. ഈ പുള്ളിക്ക് വൈരാഗ്യമുള്ള ഒരാള് ഈ പുള്ളി ചേഷ്ട കാണിച്ച് പുള്ളി വളരെ മോശമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ പുള്ളി ഇതാണോ ബൈബിളിനെ വെച്ചിട്ട് ഈ പുള്ളി മനസ്സിലാക്കി വെച്ചേക്കുന്നതെന്ന്. ഒരു നല്ലൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ ആ ക്രിസ്ത്യാനി ഒരിക്കലും വേറൊരാളെ കുറ്റം പറയുകയോ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് പോവുകയോ ഒന്നും ചെയ്യത്തില്ല, നല്ലൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ. ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ സാരാംശത്തിൽ നിങ്ങൾക്ക് ആരെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് പോയിട്ട് അപ്പോൾ എനിക്ക് പുള്ളി പറയുന്ന വെച്ചിട്ട് ഞാൻ ഈ പുള്ളിയുടെ മോട്ടിവേഷണൽ വീഡിയോ ഒക്കെ ഞാൻ ഇടയ്ക്ക് കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇൻസ്പിറേഷനൊക്കെ തന്നിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ പുള്ളിയുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നതിന് ശേഷം പുള്ളി ചെയ്യുന്ന വീഡിയോകളെല്ലാം ഇങ്ങനെ എന്തു പറയാനാണ്, മറ്റുള്ള ആൾക്കാരെ കുറ്റപ്പെടുത്തിയും മറ്റുള്ള ആൾക്കാരെ ശത്രുക്കളായിട്ട് കണ്ടും ഒട്ടും നമുക്കൊരു അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒരു 3 പാർട്ടായിട്ടാണ് എടുത്തത് കേട്ടോ. ഇപ്പം ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോഴും നമ്മൾ ഈ ബൈബിൾ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെയൊന്നും വേറൊരാളെടുത്ത് നമ്മൾ പെരുമാറത്തില്ല. നമ്മളൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണെങ്കിൽ, ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മളൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ ഉള്ള കഴിവ് ഉണ്ടാവണം. പ്രത്യേകിച്ചും ഇങ്ങനെ എന്താ പറയാനാണ്, സുവിശേഷ പ്രഘോഷകനായിട്ട് നടക്കുന്ന ഒരാൾക്ക് അത്യാവശ്യം അവനവൻ്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും ക്ഷമിക്കാനും ഒക്കെ ഉള്ളൊരു കഴിവ് വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ പുള്ളിയുടെ ജീവിതം തന്നെ ഒന്ന് പുനർവിചിന്തനം ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്തിനാണ് ആൾക്കാർ തമ്മിൽ അടുപ്പിക്കുന്നത്? നമുക്ക് ഈ ഒരു ചെറിയൊരു ജീവിതമാണുള്ളത്. അപ്പോൾ അത് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ച് തീർക്കുക എന്നുള്ളതാണ്. അതുമല്ല, നമ്മളെ കൊണ്ട് കഴിയുന്നത്, നമ്മളെ കൊണ്ട് പറ്റുന്നത്, ദൈവം അല്ലെങ്കിൽ യേശു ക്രിസ്തു നമ്മളിലൂടെ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പരസ്പരം സ്നേഹിക്കാനും നമ്മൾ പരസ്പരം എന്താ പറയാനാണ്, നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യാനും ഒക്കെയാണ് യേശു ക്രിസ്തു നമുക്ക് മാതൃക കാണിച്ച് തന്നേച്ചു പോയത്. പക്ഷേ ഇന്ന് അതിനൊന്നും ഒരു വിലയില്ലാത്തതുപോലെ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ, പുള്ളിയുടെ വീഡിയോ കണ്ടപ്പോൾ തോന്നി. പുള്ളി ഇത്രയും കാലം ചെയ്തു വന്ന നല്ല കാര്യങ്ങളൊക്കെയും പുള്ളിയുടെ ഈ കുറച്ച് വീഡിയോകൾ, അത് കുറേ പാർട്ടുകളായിട്ടാണ് ഇട്ടേക്കുന്നത്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അത് എനിക്ക് ഒട്ടും എന്തോ പറയാൻ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തോന്നിയില്ല. അപ്പോൾ പള്ളിയിലിരുന്നപ്പോഴേ എനിക്കിത് ഇങ്ങനെ ഒരു ചിന്ത ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. അപ്പോൾ ബൈ ബൈ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ ബൈ.